ഈ സക്കുലൻറ്റിൻ്റെ പേരാണ് ഇക്കിവീറിയ ലൈലാസിന അല്ലെങ്കിൽ ഗോസ്റ്റ് ഇക്കിവീറിയ. ഇതിൻ്റെ ലീഫിനൊക്കെ നല്ലൊരു പിങ്കിഷ് കളറുണ്ട്. ഇതിൻ്റെ പൂക്കൾ ഞാൻ കാണിക്കട്ടെ. ഇതിൻ്റെ ഇലയുടെ അതിനേക്കഴിഞ്ഞ് നല്ലൊരു പിങ്കിഷ് കളറാണ് ഇതിൻ്റെ ഫ്ലവേഴ്സിന്. ഇത് നീണ്ട ഒരു സ്പൈക്കിനകത്താണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത്. ഉണ്ടാവും ഈ ടൈപ്പിലുള്ള എല്ലാ സക്കുലൻസിൻ്റെയും ഫ്ലവർ ഇങ്ങനെയാണേ. ഇങ്ങനെ ഒരു സ്പൈക്കിൽ നിന്ന് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. നല്ല പിങ്ക് കളറാണേ. അല്ല, വിടർന്ന് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും. ഇതിന് വേറൊരു സ്പൈക്ക് കൂടെ ഉണ്ട്. അതിങ്ങനെ ഒടിഞ്ഞ പോലെ താഴെ കിടക്കുകയാണേ. ഇത് വളരെ ടെൻഡറാണ്, തൊട്ടാൽ ഒടിഞ്ഞു പോവും. ഇതിന് വേറൊരു സ്പൈക്ക് കൂടെ ഉണ്ടായിരുന്നു. അത് ഒടിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ഞാനിത് വെറുതെ മണ്ണി കുത്തി വെച്ചേക്കുക. ഇപ്പോഴും അതിൻ്റെ പൂക്കളെല്ലാം നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്, ഡെഡായിട്ടില്ല. എന്താ ഈ ചെടിക്ക് അധികം വെള്ളം ഒന്നും കൊടുക്കണ്ട കേട്ടോ. വല്ലപ്പോഴും അല്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഈ സക്കുലൻ്റ് ഇഷ്ടമുള്ളവരെല്ലാം കമൻറ്റ് ചെയ്യണേ. എനിക്കിതിൻ്റെ പൂവിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനതുകൊണ്ട് അത് കട്ട് ചെയ്യാതിരിക്കുന്നത്. ശരിക്കും പറയാം, ഈ പൂ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ഈ ചെടി നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് ഹെൽത്തി ആയിട്ട് വളരും. സക്കുലൻസിൻ്റെ പൂക്കളെല്ലാം സാധാരണ നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിൻ്റെ ഈ കളറും ഈ ബ്യൂട്ടിയെ കാണുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ തോന്നുന്നില്ല. ഇതെല്ലാം വിടരാനുള്ളതാട്ടെ. എത്ര നാളായെന്നറിയാം ഇത് വിടർന്നിരിക്കാൻ തുടങ്ങിയിട്ടിങ്ങനെ. എനിക്കൊന്ന് 2 മാസത്തിൽ കൂടുതൽ ഈ ഫ്ലവേഴ്സ് നിൽക്കട്ടെ അല്ലേ. ഇതെന്താ പൂക്കളുടെ അകം. ഇതിങ്ങനെ കൊല പോലെയാണേ. സോ ഇതാണ് ഗോസ്റ്റ് ഇക്കിവീറിയ. ഈ അടിയിൽ കാണുന്ന ഇലകളിലെയൊക്കെ സ്റ്റെയിൻ പോലെ കാണുന്നു. വെള്ളം ഒഴിക്കുമ്പം അതിൻ്റെ ഇലകളിൽ മാറ്റം വരുന്നതാണ്. അത് ഓൾഡ് ലീവ്സാണ്.